Let's begin the show with the most interesting constituency. തീപാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലം അൺപ്രഡിക്റ്റബിൾ വടകര. ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് MLA-യുടെ അപ്രതീക്ഷിത വരവ് രാഷ്ട്രീയ ചൂട് കൂട്ടിയ വടകര. കേരള ചരിത്രത്തിൽ ആദ്യമായി 2 സിറ്റിംഗ് MLA-മാർ മുഖാമുഖം കരുത്തോടെ നിൽക്കുന്ന വടകര. ബൈ ഇലക്ഷൻ എവിടെയാണ്? അത് പാലക്കാട്ടാണോ മട്ടന്നൂരാണോ എന്ന ചോദ്യം ആഞ്ഞു കേൾക്കുന്ന വടകര. വടക്കൻ പാട്ടുകളിൽ പാടിപ്പതിഞ്ഞ കളരിയംഗത്തിൽ ആര് വാഴും ആര് വീഴും വടകര. സാമ്പിൾ ശേഖരിച്ച അസംബ്ലി മണ്ഡലങ്ങൾ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി. ഇടതുവലത് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായി പ്രപ്പോർഷനിൽ എടുത്ത സാമ്പിളുകളുടെ എണ്ണം, സർവേയിൽ പങ്കെടുത്തവർ 1021. ഓക്കെ, അപ്പം നമ്മൾ ചോദിച്ച ചോദ്യങ്ങളിലേക്കാണ്. ആദ്യ 10 ചോദ്യങ്ങൾ, വോട്ടിലേക്ക് നയിക്കുന്ന 10 ഇൻഡെക്സുകൾ. ചോദ്യം നമ്പർ 1, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? വിലക്കയറ്റം. 14.1% ആളുകളെ പറയുന്നു അവരെ വിലക്കയറ്റം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വാധീനിക്കുന്ന ഘടകമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അവസ്ഥ 35% പേരുടെ വോട്ടിംഗ് ചോയ്സിനെ സ്വാധീനിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ മികവ് 26.6% ആളുകളുടെ വോട്ടിംഗ് ചോയ്സ്. തൊഴിലില്ലായ്മ, വർദ്ധിച്ച തൊഴിലില്ലായ്മ 4%. വികസനം 4.2. അഴിമതി വിവാദങ്ങളും 9.1. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം 1.1. ഇതൊന്നുമല്ല മറ്റു വിഷയങ്ങൾ 5.9% പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുമ്പോൾ സ്വാധീനിക്കുന്ന ഘടകമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് നേർക്കുനേർ പറയുന്നു വടകരയിലെ വോട്ടർമാർ. കേന്ദ്ര സർക്കാർ 36.7%, സംസ്ഥാന സർക്കാർ 21.1%. ഇരുവരും ചേർന്നാണ് ഈ കൊടിയ പ്രതിസന്ധി കാരണമെന്ന് പറയുന്നത്. 42.2, 42.2% ആളുകൾ പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുകയാണ് 39.5% ആളുകൾ. വിലയിരുത്തും എന്ന് പറയുന്നത് 60.5%. ഓർക്കണം, അപ്പോൾ ഇതൊരു സർക്കാരിന്റെ വിലയിരുത്തൽ, സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ വോട്ടാകും എന്ന് പറയുന്നവർ 60.5%. ഇല്ല എന്ന് പറയുന്നവർ 39.5% വോട്ടർമാർ. അപ്പോൾ ഇക്കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും എന്ന് പറയുന്നവർ 62.3% വോട്ടർമാരാണ്. അത് സ്വാധീനിക്കില്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പൗരത്വ ഭേദഗതിയുടെ മെറിറ്റ് അല്ല അത്, പക്ഷേ അത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് വരുന്ന ലോക്സഭാ സീറ്റുകളിൽ ഒരു നിർണായക ഫാക്ടർ അല്ല എന്ന് പറയുന്നവർ 37.7%. സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 62.3. സ്വാധീനിക്കില്ല, പൗരത്വ ഭേദഗതി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വാധീനിക്കില്ല എന്ന് പറയുന്നത് 37.7. വടകരയിൽ 37.7 എന്ന് പറയുന്ന ആ കണക്ക് കുറച്ച് ക്രൂഷ്യലാണ്. നമുക്ക് ഉറപ്പായും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് 8%. ഓക്കെ, നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ദിലീപ് കുമാറിലേക്ക് എത്തുമ്പോൾ, ദിലീപ്, അപ്പോൾ വടകരയുടെ ആദ്യ 5 ചോദ്യങ്ങൾ, വോട്ടിംഗ് നിർണ്ണയിക്കുന്ന 5 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മാത്രം മുൻപ് ഇതേ ചോദ്യത്തിന് അവിടെ ഉണ്ടായ മറുപടി എന്താണ്? ഈ പറഞ്ഞ രൂക്ഷമായ വിലക്കയറ്റമടക്കം സ്വാധീനിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അത് വികസനത്തിലേക്ക് വരുന്നു, മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നു. ദിലീപ് കുമാർ. ഹാഷ്മി, തീർച്ചയായും വടകര മണ്ഡലത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര. 2 സിറ്റിംഗ് MLA-മാർ നേർക്കുനേർ പോരാടുന്ന വടകര മണ്ഡലത്തിൽ ഫലം ആർക്കനുകൂലമാകും എന്നതാണ് നമ്മൾ അല്പസമയത്തിനകം അറിയാൻ പോകുന്നത്. ഏതായാലും വടകര മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഏറ്റവും തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ഫലത്തെ വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ, അത് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ വിലക്കയറ്റവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ മികവുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായി വരികയാണ്. അതിൽ ഏതായാലും ആർക്കനുകൂലം എന്ന കാര്യം, അന്തിമമായ തീർപ്പ് ആർക്കനുകൂലമായിരിക്കും, വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നത് നമ്മൾ അല്പസമയത്തിനകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ വടകരയുടെ മനസ്സിപ്പോഴും വലിയ തോതിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രചാരണ കോലാഹലങ്ങളാണ് ഈ വടകര മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വടകരയുടെ വിധിയെഴുത്ത് വളരെ നിർണായകമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കും രാഷ്ട്രീയ കാര്യങ്ങളിലേക്കുമൊക്കെ നമുക്ക് മറ്റ് റിസൾട്ടുകൾ വരുമ്പോൾ എത്താം. ഹാഷ്മി. വിജയകുമാരുടെ പൗരത്വ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കുന്ന വടകരയിലാണ്. സ്വാധീനിക്കുമെന്ന് പറയുന്നത് 62.2, സ്വാധീനിക്കില്ല എന്ന് പറയുന്നവരുടെ എണ്ണം 37.7%. വടകര പോലൊരു മണ്ഡലത്തിൽ പൗരത്വ ഭേദഗതി പ്രശ്നം സജീവ ചർച്ചയാകുന്ന പ്രശ്നം, CPM വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം 32 അല്ലെങ്കിൽ 30%-ലധികം ആളുകളെ അത് ബാധിക്കില്ല എന്ന് പറയുന്നതിനെ ഏതർത്ഥത്തിൽ കാണണം വിജയകുമാർ?
ശരിക്കും അത് കുറച്ച് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ് ഹാഷ്മി. കാരണം അത് 37%, ഏതാണ്ട് 38% ആളുകൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല, അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല എന്ന് പറയുന്നു. വലിയൊരു ഭൂരിപക്ഷം അത് സ്വാധീനിക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ 38% പേര് അത്തരമൊരു ചർച്ച അവരുടെ വോട്ടിനെ ഒരു ഘടകമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് CPIM താഴെത്തട്ടിലൊക്കെ വലിയ തോതിൽ ഈ പൗരത്വ ഭേദഗതി നിയമം CAA വലിയ ചർച്ചയാക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും ഒരേപോലെ CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് 38% പേർ, അതും വടകരയിൽ, അതിന് തനത് രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര, അത്തരമൊരു മണ്ഡലത്തിൽ അതൊരു ചർച്ചാ വിഷയമല്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നത് ഒരു അത്ഭുതകരമായ കണക്ക് തന്നെയാണ്. എന്തായാലും നമ്മൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഹാഷ്മി, നമുക്ക് അന്തിമ ഫലം, അതായത് നമ്മളുടെ സർവേയിലെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിന്റെ വിശകലനത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സുരേഷ് മാസ്റ്റർ അപേക്ഷ ചോദിക്കുകയാണ്, 10 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 1000 പേർക്ക് എന്ത് പ്രസക്തി? നമ്മൾ കോറിന്റെ അഖിൽ സുരേഷിലേക്ക് എത്തും ആ ചോദ്യത്തിലേക്ക്. അതിനു മുൻപ് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചതെന്ന് പറയുന്നവർ 8% മാത്രമാണ്. വടകരയിൽ മികച്ചതെന്ന് പറയുന്നവർ 7.8, 7.8%. ശരാശരി ഓക്കെയാണ്, ആവറേജ് ആണെന്ന് പറയുന്നവർ 39.5%. വടകരയിലാണ്. ഓർക്കണം, മോശം എന്ന് പറയുന്നവർ 22.2, വളരെ മോശം എന്ന് പറയുന്നവർ 22.5. വടകര പോലൊരു മണ്ഡലത്തിൽ ശരാശരി ആവറേജ് ആണ്, ഓക്കെയാണ് എന്ന് പറയുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ 39.5. അതും കുറച്ച് ക്യൂറിയസ് ആയുള്ളൊരു മറുപടിയാണ്, അതിൽ നമുക്ക് വിശദീകരണം ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ചോദ്യം ഉണ്ട് എന്ന് പറയുന്നതാണ് 33.8%. ഇല്ല എന്ന് പറയുന്നവർ 15% ഉള്ളൂ. അറിയില്ല അല്ലെങ്കിൽ പറയാൻ തൽക്കാലം നിലപാടില്ല എന്ന് പറയുന്നവർ 51.27. പക്ഷേ ഉണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണത്തിൽ വലിയ വലിയ കയറ്റം കാണുന്നു, 33.8%. അത് നമ്മൾ പോയ 6 മാസങ്ങൾക്ക് മുൻപ് നടത്തിയ സർവേയിൽ ഈ കണക്ക് വളരെ കുറവായിരുന്നുവെങ്കിൽ ഇത്തവണ രാഷ്ട്രീയ ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ഈ മാസങ്ങൾക്കുള്ളിൽ എന്നത് ശ്രദ്ധേയമാണ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന ചോദ്യം. പിണറായി വിജയൻ 51.7% എന്ന് പറയുകയാണ്. VD സതീശൻ 20.9% എന്ന് പറയുകയാണ്. രമേശ് ചെന്നിത്തല 13.1. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ KR ഗോപീഷൻ ഇവിടെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ 6 മാസം മുൻപ് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നൊരെണ്ണം വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ 33.8 ഉയരുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ EDയുടെ നടപടികളെ കുറിച്ച് കുറച്ചുകൂടി എവിഡന്റായ കാര്യങ്ങൾ പുറത്തു വരുന്നപ്പോൾ ആളുകൾ കുറച്ചുകൂടി നേർക്കുനേർ അവർക്ക് ബോധ്യമാവുന്നതുകൊണ്ടാണോ ഉണ്ട് എന്ന മറുപടിക്ക് ഒരു കയറ്റം? ഗോപി, ഹാഷ്മി, വടകരയിൽ ഇതുവരെ നമ്മൾ വടകരയിലെ വോട്ടർമാരോട് ചോദിച്ച ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ വോട്ടുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളതെന്നാണ്. കാരണം അവർ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രീയമാണ്, അതായത് 35% ആളുകൾ. ഇനി അതിനോട് ചേർത്ത് വെച്ച് വേണം ഹാഷ്മി ഈ ഉന്നയിച്ച സംശയങ്ങളെ നമ്മൾ പരിഗണിക്കാൻ. കാരണം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 33.8%. അതായത് വലിയൊരു വിഭാഗം അത് ഉണ്ട് എന്ന അഭിപ്രായം പങ്കുവെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന് നമുക്കറിയാം. ഉറപ്പായിട്ടും കോൺഗ്രസിനും UDFനും ഒക്കെ ആ അഭിപ്രായമുണ്ടെങ്കിലും അത് വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അഭിപ്രായം കൂടി വരുന്നു. അപ്പോൾ 2 കാര്യങ്ങളെ നമുക്കിവിടെ കോറിലേറ്റ് ചെയ്യാം. ഒന്ന്, രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് ഈ സർവേ നമ്മളോട് പറയുന്നു. അതോടൊപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ അവരെ വേട്ടയാടുന്നു എന്ന അഭിപ്രായവും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നുള്ളതാണ്. അവിടെ 45% ആളുകൾ മോശം, വളരെ മോശം എന്ന കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മോശം എന്ന ഭാഗത്തേക്ക് നീക്കിവെക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വോട്ടുകളാണ്, കേന്ദ്ര വിരുദ്ധ വോട്ടുകളാണ്. അതേസമയം തന്നെ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ ആക്രമിക്കുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ കേരളത്തിൽ ഏറ്റവും സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന വോട്ടുകളാണെന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുക. ഹാഷ്മി, അഖിൽ സുരേഷ് ആ സെയിം ക്വസ്റ്റ്യൻ. അഖിൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സർവേ നടത്താൻ സെക്കൻഡ് റൗണ്ട് സർവേ നടത്താൻ ഇറങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അവിടുത്തെ ഡൽഹിയിലെ വലിയ സമരങ്ങൾ, അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവില്ല എന്ന പ്രതിപക്ഷ നറേറ്റീവ് ഒക്കെ കൃത്യമായി ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അത് പ്രതിഫലിക്കുന്നുണ്ടോ നമ്മുടെ ഈ സർവേയിൽ? എനിക്ക് തോന്നുന്നു വടകര മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും. അഖിൽ, തീർച്ചയായിട്ടും കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മൾ ഇതേ ചോദ്യം വടകര ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ 20 മണ്ഡലങ്ങളിലും നമ്മൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയ മറുപടിയല്ല
ആൾക്കാരുടെ അഭിപ്രായത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് പക്ഷേ അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ED കാണിച്ച് ഭയപ്പെടുത്തി രാഷ്ട്രീയപരമായി BJPയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായി മാറ്റുന്നു എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെ ശരിയുണ്ടെന്നും ED രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടെന്നും സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി വടകര മണ്ഡലത്തിലെ സാമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ തീർത്തും രാഷ്ട്രീയപരമായി രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വടകരയിലുള്ളത്, വടകര ജനങ്ങളുടെ അഭിപ്രായത്തിലുള്ളത്. അതിലൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നേരത്തെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചേ 10 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 1000 ഒരു വലിയ കണക്കാണോ? ചോദ്യമാണ്. അതെ 1000 വലിയൊരു സാമ്പിൾ സൈസാണ്. 1000 സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ടും പൊളിറ്റിക്കലി ന്യൂട്രലായുള്ള പ്രദേശങ്ങൾ നമ്മൾ ഈ സർവേയിൽ കേരളത്തിലെ 188 നഗരപ്രദേശങ്ങളും 233 ഗ്രാമപ്രദേശങ്ങളുമാണ് നമ്മൾ സർവേ നടത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു ലോക്സഭാ മണ്ഡലത്തിലെ നമ്മൾ 16 പ്രദേശങ്ങളിൽ നിന്നും 1000-ന് പുറത്ത് സാമ്പിളുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ലിംഗം, മതം, ഒപ്പം പിന്നെ തൊഴിൽ, അങ്ങനെ വിവിധ മേഖലകൾ പരിഗണിച്ച് ഏറ്റവും ശാസ്ത്രീയമായി നമ്മൾ അതിനകത്ത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 6 മാസം മുമ്പ് നടത്തിയ അതേ സ്ഥലത്ത് അതേ പോയിന്റുകളിൽ പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾ കംപ്ലീറ്റ് ചെയ്തൊരു സാഹചര്യത്തിൽ വീണ്ടും അതേ പോയിന്റിൽ പോയിട്ട് നമ്മൾ സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എന്താണ് ഗ്രൗണ്ടിലുണ്ടായ ചേഞ്ച് എന്ന് മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കുന്ന സർവേയും 6 മാസം മുൻപ് നമ്മളൊരു ഡേറ്റ എടുക്കുന്നു. ആ ഡേറ്റ ബേസ് പോയിന്റ് ആയിക്കൊണ്ട് 6 മാസത്തിന് ശേഷം വീണ്ടും അതേ സ്ഥലങ്ങൾ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി അതേ ആളുകളെ തന്നെ കാണാൻ ഇപ്പോൾ 100% അത് സാധ്യമല്ലെങ്കിൽ കൂടി പരമാവധി അതേ ആളുകൾ, അതേ ജംഗ്ഷൻ, അതേ വീടുകളൊക്കെ കയറുമ്പോൾ നമുക്ക് എന്താണ് 6 മാസത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസം വ്യക്തമാണ്. ഈ 6 മാസം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാർത്ഥി നിർണ്ണയം, പ്രചരണം, രാഷ്ട്രീയ വിഷയങ്ങൾ സജീവമാകുന്ന സമയം, വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുന്ന സമയമാണ്, ക്രൂഷ്യലാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്നതിന് പിണറായി വിജയൻ എന്ന് പറയുന്നു 51.7% ആളുകൾ, VD സതീശൻ എന്ന് പറയുന്നു 20.9% ആളുകൾ മാത്രം, രമേശ് ചെന്നിത്തല എന്ന് 13.1%, കെ സുരേന്ദ്രൻ 9.5%, വി മുരളീധരൻ 2.5%, MV ഗോവിന്ദൻ 2.3%. അപ്പോൾ വടകര പോലെ ഒരു മണ്ഡലത്തിൽ ഉറപ്പാണ് ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന അട്ടിമറിയിലൂടെ അവർക്ക് 1.5 പതിറ്റാണ്ട് മണ്ഡലം നഷ്ടമായ മണ്ഡലത്തിൽ പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു തലപ്പക്കമുള്ള രാഷ്ട്രീയ നേതാവാണെന്ന് കരുതുന്നവർ 51.7% ഉണ്ട് ഇപ്പോഴും എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട കണക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി 16.2 എന്ന നിലപാടെടുക്കുന്നു വടകരയിലെ വോട്ടർമാർ. രാഹുൽ ഗാന്ധി 50.6 എന്ന 50.6% പേർക്ക് രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നു. സീതാറാം യെച്ചൂരിക്ക് 27%, മമതാ ബാനർജിക്ക് 1.1%, അഖിലേഷ് യാദവിന് 0%, സ്റ്റാലിന് MK സ്റ്റാലിൻ അവിടെ ഉണ്ടെന്ന് ഓർക്കണം. 5.1% ആളുകൾ MK സ്റ്റാലിൻ ദേശീയ നേതാവായി കാണുകയാണ്. നോക്കണം, അവിടെ പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്ന 55% ആളുകൾ ഉള്ളപ്പോൾ സീതാറാം യെച്ചൂരി കിട്ടുന്ന വോട്ടിംഗ് ശതമാനം 27% എന്നുള്ളതും അവിടുത്തെ ഒരു കണക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്നതാണ് ചോദ്യം. വടകരയിലെ വോട്ടർമാർ പറയുന്നു വെല്ലുവിളിയാകും 29.7% ആളുകൾ, വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 24.5%. ഇപ്പോൾ ഒരു അഭിപ്രായമില്ല, അല്ലെങ്കിൽ അത് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അവ്യക്തമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാരിറ്റി ഇല്ല, എന്തും സംഭവിക്കാം എന്ന നിലപാടുള്ളവർ 45.8% ആളുകളാണ്. 10ാമത്തെ ചോദ്യം, രാജ്യം ആര് ഭരിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം 10ാമതായി നമ്മൾ വടകരയോട് ചോദിക്കുമ്പോൾ വടകരക്കാർ പറയുന്നു NDA 48.1% ആളുകൾ പറയുന്നു NDA തന്നെ മോദിക്ക് കൂടി ഒരു ഊഴം കൂടി വരാൻ പോകുന്നു. ഇന്ത്യ സഖ്യം 22.6 എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ 0.4%. അവിടെ നോക്കണം, ഏറ്റവും കൂടുതലുള്ള നോ കമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിനോട് ചേർന്ന്, അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തോട് അതിനോട് നിലപാടില്ല എന്ന് പറയുന്നവർ 45.8 ആണെങ്കിൽ രാജ്യം ആര് ഭരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തും സംഭവിക്കാം എന്ന നിലപാടുള്ളവർ അവിടെ 28.9% ആളുകളാണ്. അത് പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഉറപ്പായും. വടകരയിലെ വോട്ടർമാരോട് ചോദിച്ച 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടിംഗ് ചോയ്സിനെ സ്വാധീനിക്കുന്ന എന്താണ് അവരുടെ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് എന്നതിലേക്ക് കൃത്യമായി ദിശാബോധം നൽകുന്ന 10 ചോദ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, പക്ഷേ ഏറ്റവും നിർണായക ചോദ്യം, ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദാ വരുന്നു മറുപടി. KK ശൈലജ 45.5% ആളുകൾ കരുതുന്നു ശൈലജ ടീച്ചർ വിജയിക്കും. ഷാഫി പറമ്പിൽ UDF 42.9%, 2ാം സ്ഥാനത്ത്. പ്രബുൽ കൃഷ്ണയ്ക്ക് കേവലം 9.9%, മറ്റുള്ളവർ 1.7. എന്ന് പറഞ്ഞാൽ വടകരയിൽ KK ശൈലജ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം 45.5%. 42.9% ആളുകൾ ഷാഫി പറമ്പിൽ വിജയിക്കും. അപ്പോഴും LDFന് മുൻതൂക്കം. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ LDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള സ്ഥാനാർത്ഥി KK ശൈലജയിലൂടെ CPM LDF
ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതെന്നാണ് ആ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരുടെ നിലപാട്. ടി.പി. ചന്ദ്രശേഖരൻ അരുങ്കൊലയ്ക്ക് ശേഷം 1.5 പതിറ്റാണ്ട് മുൻപ് കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലം കെ ശൈലജ എന്ന പ്രതിച്ഛായാബലത്തിൽ തിരിച്ചുപിടിക്കുന്നു കടത്തനാടൻ മണ്ണിൽ CPM എന്ന് വേണം മനസ്സിലാക്കാൻ. ബി ദിലീപ് കുമാർ ചെയ്യുന്നു. ദിലീപ്, അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയാകുന്നത് പാനൂരിൽ പിടിച്ചെടുത്ത ബോംബാണ്. അപ്പോൾ ബോംബ് രാഷ്ട്രീയം അടക്കം സജീവ ചർച്ചയാകുന്നതിന് മുൻപ് ആണെന്ന് പറഞ്ഞാൽ പോലും കെ ശൈലജയ്ക്ക് വടകരയിൽ എഡ്ജുണ്ടോ ദിലീപ്? ഹഷ്മി, വടകരയെ സംബന്ധിച്ച് വടകരയിൽ ഈ പ്രാദേശികമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന വലിയ ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF-നും അതോടൊപ്പം തന്നെ RMPക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള വോട്ടുകൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അത്തരത്തിൽ പ്രാദേശികമായ വിഷയങ്ങൾ അത് CPIM-ന്റെ സ്വാധീന മേഖലയായ തലശ്ശേരിയെ ഒരുപക്ഷെ ബാധിക്കില്ലായിരിക്കാം. പക്ഷേ ഈ വടകര അടക്കമുള്ള ഈ ചില പ്രദേശങ്ങൾ, വടകര, പാനൂർ, കുറ്റ്യാടി, നാദാപുരം തുടങ്ങിയ ആ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന് ഉണ്ടായിട്ടുള്ള ഘടകങ്ങളും ഒരുപക്ഷെ എന്തായാലും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇതിനു മുമ്പ് നടത്തിയ സർവേ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ മത്സരം കൂടുതൽ കടുത്തതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന വടകര പിന്നീട് UDF പക്ഷത്തേക്ക് ചാഞ്ഞത് തന്നെ ഈ പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2019 ഈ പ്രാദേശിക വിഷയങ്ങൾക്ക് പുറമെ ശബരിമലയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന ഒരു ഘടകവും UDF-ന് അനുകൂലമായിരുന്നു. ഇത്തവണ അത്തരം ഘടകങ്ങൾ UDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു പരിഗണന കിട്ടുന്നത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. ഹാഷ്മി, ഗോപികൃഷ്ണൻ കൂടെ ഞാൻ. ഗോപി, അപ്പോൾ ഇവിടെ വടകരയിൽ 3%. 3% ഇനിയിപ്പോൾ 19 നാൾ ബാക്കിയാണ്. പല വിഷയങ്ങൾ ചർച്ചയാകുന്ന ദിവസങ്ങളാണ്. ബോംബ് രാഷ്ട്രീയം അടക്കം ഇപ്പോൾ ബോംബ് രാഷ്ട്രീയം വളരെ സജീവമായി ആക്റ്റീവ് ഇലക്ഷൻ ഒരു അജണ്ട എടുത്തിരിക്കുന്നു UDF. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഒരു നേരിയ എഡ്ജ് കെ ശൈലജയ്ക്ക് അവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ 1.5 പതിറ്റാണ്ടിന് ശേഷം തിരിച്ചു പിടിക്കാൻ പോകുന്നു CPM അവരുടെ പ്രസ്റ്റീജ് മണ്ഡലം. ഗോപി, ഹാഷ്മി, ഞാൻ ഇപ്പോൾ ദിലീപ് കുമാർ ഇവിടെ നടത്തിയ നിരീക്ഷണം കൊണ്ട് ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ ഇപ്പോഴൊരു വിജയസാധ്യത ശൈലജ ടീച്ചർക്ക് പറയുമ്പോൾ പോലും വടകരയിൽ അതിശക്തമായ പ്രവചനാതീതമായ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് 38%. നമുക്കറിയാം രണ്ടുപേർക്കുമുള്ള പ്രതിച്ഛായ എങ്ങനെയാണെന്ന്. ഇപ്പോൾ മുരളീധരന്റെ മണ്ഡലമായിരുന്നു, അവിടേക്ക് ഷാഫി പറമ്പിൽ എത്തുകയാണ്. ശൈലജ ടീച്ചർ ആകട്ടെ, ശൈലജ ടീച്ചർ സ്ത്രീ വോട്ടർമാരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവാണ്. പിന്നെ ഒരു മികച്ച ആരോഗ്യമന്ത്രി എന്ന പ്രതിച്ഛായ ശൈലജ ടീച്ചർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറിന്റെ പ്രചാരണം തുടങ്ങിയത് തന്നെ ഈ നിപ്പ ആദ്യമായി ഡിറ്റക്ട് ചെയ്ത പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നായിരുന്നു. ഇനി ഷാഫി പറമ്പിലാകട്ടെ, ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് TP-യുടെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. അപ്പോൾ ഈ RMP ഫാക്ടറൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം സജീവമായി നിൽക്കും എന്ന കാര്യത്തിൽ എനിക്ക് നിലവിൽ സംശയമുണ്ട്. അതേസമയം തന്നെ അതിനെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. 38% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ വടകരയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ശരിയാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ, ഈ അഭിപ്രായ സർവേ ടീച്ചർക്ക് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ ഇപ്പോഴും ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോംബ് രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ ഇവിടെ വലിയ വിഷയമായി അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു സമാധാന സന്ദേശ റാലിയൊക്കെ ഷാഫി നടത്തിയത് നമുക്കറിയാം. ഈ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെ അവിടുത്തെ സംവിധാനങ്ങൾ, ഇപ്പോൾ KSU-യും യൂത്ത് കോൺഗ്രസും ഒക്കെ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വടകരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയമൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപാണ് നമ്മുടെ അഭിപ്രായ സർവേയിലെ കണക്കെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രവചനാതീതമായി നിൽക്കുന്ന ഒരു മണ്ഡലമായി തന്നെ വേണം വടകരയെ നമ്മൾ പരിഗണിക്കാനെന്നാണ്. വിജയകുമാർ, നമ്മൾ അവിടെ വടകരയിൽ ഇവിടെ രാഷ്ട്രീയം പറയാൻ ബന്ധപ്പെട്ട് പോയതാണ്. നമ്മൾ കുറേ ആളുകളോട് ചോദിച്ചതാണ്. ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഈ അഖിൽ സുരേഷിന്റെ അല്ലെങ്കിൽ കോറിന്റെ ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് ആ ഡേറ്റയിൽ കൃത്യമായി സ്ത്രീ വോട്ടർമാർ, കൃത്യമായി പുരുഷ വോട്ടർമാർ പ്രപ്പോർഷൻ കൃത്യമായി പാലിക്കുന്ന ഒരു സാമ്പിൾ സൈസ് ആണല്ലോ. നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കെ ശൈലജയ്ക്ക് ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണോ ആ നേരിയ എഡ്ജ്, നേരിയ മാർജിൻ? വിജയകുമാർ, എന്താണ് കരുതാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് ഹാഷ്മി, സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ശൈലജ ടീച്ചറിന് കൂടുതലുണ്ട്. ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ അവരേത് ഭാഗത്തേക്ക് തിരിയുന്നു എന്നതിൻ്റെ ഒരു ഉരകല്ലായി വടകരയിലെ ഈ സർവേ ഫലത്തെ ഈ ഘട്ടത്തിൽ വിലയിരുത്താനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ ഇടതുപക്ഷം, പ്രത്യേകിച്ച്
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പൗരത്വ വിഷയത്തിലടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അതിൻ്റെ കുന്തമുന അതെവിടേക്ക് പോകുന്നു എന്നത് ഈ വടകരയിലെ ഫലസൂചനയിലുണ്ട്. ഇത് അവിടെ പോരാട്ടം കടുത്തതാണ്, ഒരു തർക്കവുമില്ല. യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്, അത് പിടിച്ചെടുക്കുകയാണ് ശൈലജ ടീച്ചർ എന്നാണ് നമ്മളുടെ ഈ സർവേ, ഈ സാമ്പിളുകൾ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു ഫലം. ഞാൻ കരുതുന്നത് അവിടെ കഴിഞ്ഞ തവണ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹാഷ്മി, കഴിഞ്ഞ തവണ BJP വോട്ടുകൾ അവിടെ ഒരു പരിധിവരെ അത് ജയരാജനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ജയരാജനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അത് അവിടെ കെ മുരളീധരൻ ആ വോട്ടുകൾ കിട്ടി. വിജയമാർ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു നമ്മളെന്താണ് ദോഷേകൃതെന്നൊക്കെ പറയാലോ. ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, അതായത് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിച്ചു പോയാൽ പാലക്കാട് സീറ്റ് ഒഴിവ് വരും. പാലക്കാട് ഷാഫി അല്ലാത്ത ഒരാളെ നിർത്തിയാൽ അവിടെ വേണമെങ്കിൽ BJPക്ക് ഒരു പോസിബിലിറ്റി ഉള്ളത് കാരണം BJP വോട്ടുകൾ ഷാഫിക്ക് പോയേക്കാം എന്നൊരു ചായക്കടക്കാരൻ ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ അതിന്? അല്ല, അത് ഞാൻ അതിനെ വേറൊരു തരത്തിൽ വിലയിരുത്താനാണ് ഹാഷ്മി എനിക്ക് തോന്നുന്നത്. അതായത് അതൊരു എന്താണ് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു BJP വിരുദ്ധ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വോട്ടറുടെ ന്യായവാദമായി നമുക്ക് അതിനെ എടുക്കാം. എന്തായാലും ഞാൻ കരുതുന്നത് ആ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതലും പ്രബല വിഭാഗവും അല്ലെങ്കിൽ പ്രബല ഭാഗവും അത് ഇത്തവണ ഇടതുമുന്നണിക്ക് കിട്ടും, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കിട്ടും, ശൈലജ ടീച്ചറിന് കിട്ടും. അത് തന്നെയാണ് ടീച്ചറിന് ഈ ഘട്ടത്തിൽ അവിടെ ഒരു എഡ്ജ് ഉണ്ടാക്കുന്നത്. ഈ പാനൂരെ സംഭവം ചെറുതല്ല, അതവിടെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. നമ്മളുടെ സർവേക്ക് ശേഷമുണ്ടായ ഡെവലപ്മെന്റിനെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്പർശിക്കാതെ പോകുന്നില്ല. പോരാട്ടം കടുത്തതാണ്, പക്ഷേ അവിടെ വിധി നിർണായകമാകുക ഞാൻ കരുതുന്നത് ഈ മൈനോറിറ്റി വോട്ടേഴ്സ് തന്നെ ആയിരിക്കും. അവരുടെ തീരുമാനം നിർണായകവുമാണ്. അങ്ങോട്ടേക്കൊക്കെ എന്താണ് ഈ ബോംബ് രാഷ്ട്രീയം അവിടെ എത്രത്തോളം ഇലക്ഷൻ അത് ഫാക്ടർ അല്ല എന്നുള്ളതല്ല, അത് പക്ഷേ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയ്ക്കിടയിൽ ഈ പറഞ്ഞ ബോംബ് രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും വടകര ഒരു പ്രത്യേക ക്രൂഷ്യൽ മണ്ഡലമാണ്. TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ഓർമ്മകൾ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിലവിൽ KK ശൈലജ എന്ന് പറയുന്ന CPM-ന് ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കുമ്പോൾ പോലും നേരിയ എഡ്ജാണ് വടകരയിൽ. എന്തും സംഭവിക്കാൻ സാഹചര്യം.